ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. പേജ് നമ്പർ 30 ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100ആയ 4 സമാന്തര ശ്രേണികൾ എഴുതുക. റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദി ഫസ്റ്റ് 4 ടേം 100. നമുക്ക് 4 പദങ്ങളുടെ തുക എത്ര കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 100. നമുക്കറിയാം, പെയറാക്കുന്ന സമയത്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പെയറാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റും ഫോർത്തും തമ്മിലാണ് പെയറാക്കുക, സെക്കൻഡും തേർഡും തമ്മിൽ പെയറാക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ടേം അതേപോലെ തന്നെ ഫോർത്ത് ടേമും തമ്മിൽ അല്ലേ പെയറാക്കും. അതേപോലെ സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം പെയറാക്കും. മൊത്തം ആകെ എത്ര പെയറുകളുണ്ട്? 1, 2 പെയർ. ഈ മൊത്തം ടേംസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് എത്ര കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 100. അപ്പോൾ 100/2. 2 എങ്ങനെയാണ് വന്നത്? ആകെ 2 പെയർ. 100/2 50. അപ്പോൾ ഓരോ പെയറും ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടണം. സെക്കൻഡ് ടേമും തേർഡ് ടേമും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടണം. അപ്പോൾ നമുക്ക് 4 ശ്രേണികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ശ്രേണിയിലേക്ക് കടക്കാം. നമുക്ക് ശ്രേണി എഴുതുമ്പോൾ ഇഷ്ടമുള്ള ടേം എടുക്കാം, പക്ഷേ സം എത്രയായാൽ മതി? 100 ആയാൽ മതി. അപ്പം നമുക്ക് ആദ്യം 4 ടേംസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ടേം 1 എടുത്ത്, ലാസ്റ്റ് ടേം ഒരു 49 എടുത്ത്. അപ്പോൾ 1 + 49 50 കിട്ടി. ഇനി ഈ ഫസ്റ്റ് ടേം കൂടെ എത്രയാ? 1. അത് കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് 49 കിട്ടുന്നത്? 1, 2, 3 അല്ലേ? അപ്പോൾ 1 + 3D = 49. 3D = +1 അങ്ങോട്ട് പോകുമ്പോൾ മൈനസായി. 49 - 1. 3D = 48. D = 48/3. നമുക്ക് എത്ര കിട്ടുക? 16 കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 16. അപ്പം നമുക്ക് 16 ഇവിടെ കൂട്ടി എഴുതിയ പോരെ. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം കിട്ടണം. അപ്പോൾ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടുക? 1 + 16 17. അടുത്ത ടേം 33. 33 കൂടെ 16 കൂട്ടിക്കഴിഞ്ഞാൽ 49. ആദ്യത്തെ സീക്വൻസ് കിട്ടി. ഇനി സെക്കൻഡ് സീക്വൻസ് കണ്ടുപിടിക്കാം. 4 ടേമാണ് വേണ്ടത്. ഞാൻ ഫസ്റ്റ് ടേം ഒരു 10 എടുത്ത്, ഫോർത്ത് ടേം ഒരു 40 എടുത്ത്. 10 + 40 50. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. 1, 2, 3 പ്രാവശ്യമാണ് കോമൺ ഡിഫറൻസ് കൂട്ടി വരുന്നത്. ഫസ്റ്റ് ടേം 10 + 3D = 40. 3D = 40 - 10. 3D = 40 10 പോയാൽ 30. D = 30/3. എത്ര കിട്ടും? 10 കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് 10. ഫസ്റ്റ് ടേം നമുക്കറിയാം 10. അപ്പോൾ അടുത്ത ടേം എത്ര ആയിരിക്കും? കോമൺ ഡിഫറൻസ് 10 വീതം കൂട്ടി എഴുതുക. 10, 20, 30, 40. അപ്പോൾ സെക്കൻഡ് സീക്വൻസ് കിട്ടി. ഇനി തേർഡ് സീക്വൻസിലേക്ക് കടക്കാം. അതായത് 4 ടേമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അപ്പോൾ ആദ്യ ടേം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒരു 7 കൊടുത്ത്. അപ്പോൾ ലാസ്റ്റ് ടേം പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയില്ലെങ്കിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിൽ കൂട്ടി എത്ര വേണ്ടത്? 50. 50 നിന്ന് 7 കുറയ്ക്കുക. 50 നിന്ന് 7 കുറച്ചാൽ 43. 10 10 നിന്ന് 7 പോയാൽ 3 4 43 കിട്ടും. അപ്പോൾ ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എത്രയും നേരത്തെ പറഞ്ഞ പോലെ 3D ആണ് കൂടി വരുന്നത്. ഫസ്റ്റ് ടേം 7 + 3D = 43.
+7 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 3D സമം 43 മൈനസ് 7. 3D സമം 36. 3D സമം 36/3 സമം ഹരിച്ചോക്കാം. 36 ഹരിക്കണം 3, 1 3 3, 0 6, 2 3 6. അപ്പോൾ ഉത്തരം 12. അപ്പോൾ ഇനി കോമൺ ഡിഫറൻസ് കിട്ടി 12. സീക്വൻസിൽ 12 വീതം ആഡ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് ടേം 7, 7 കൂടെ 12 കൂട്ടിയ 19, 19 കൂടെ 12 കൂട്ടിക്കഴിഞ്ഞാൽ 31, 31 കൂടെ 12 കൂട്ടിക്കഴിഞ്ഞാൽ 43. അപ്പോൾ മൂന്നാമത്തെ സീക്വൻസും കിട്ടി. അടുത്തതിന് ഞാൻ ഫസ്റ്റ് ടേം ഒരു 4 എടുത്തു. അപ്പോൾ 4 ടേംസാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. 50 ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 50 ആണ്. അപ്പോൾ 50 4 പോയാൽ 46. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 3D സമം 46. 3D ഈക്വൽ ടു 46 മൈനസ് 4. 3D സമം 46 നിന്ന് 4 പോയി കഴിഞ്ഞാൽ ബാക്കി 42. 3 ഇൻറ്റു ഡി ഇരുന്ന് ഡി ഈക്വൽ ടു ഇൻറ്റു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായി 42/3. 42/3 14. അപ്പോൾ സീക്വൻസ് എഴുതുമ്പോൾ 14 വീതം കൂട്ടി എഴുതുക. ഫസ്റ്റ് ടേം 4 ആയിരുന്നു. 4 കൂടെ 14 കൂട്ടിക്കഴിഞ്ഞാൽ 18. 18 കൂടെ 14 കൂട്ടിക്കഴിഞ്ഞാൽ 32. 32 കൂടെ 14 കൂട്ടിക്കഴിഞ്ഞാൽ 46. അപ്പോൾ ലാസ്റ്റ് സീക്വൻസും കിട്ടി. രണ്ടാമത്തെ ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105ഉം ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണക്കാക്കുക. This first term of an arithmetic sequence is 5 and sum of the first 6 terms is 105. Calculate the first 6 term of the sequence. നമുക്ക് സീക്വൻസിലെ 6 പദങ്ങളാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. 6 പദങ്ങൾ 1 2 3 4 5 6. നമ്മൾ പേരാക്കുമ്പോൾ ഫസ്റ്റും പിന്നെ എങ്ങനെയാക്കുക 6th, പിന്നെ സെക്കൻഡും 5th, പിന്നെ 3rd 4th. അപ്പോൾ ആദ്യം പേരുകൾ എഴുതി വയ്ക്കാം. ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം, പിന്നെ സെക്കൻഡ് ടേം പ്ലസ് 5th ടേം, സെക്കൻഡ് ടേം രണ്ടാം പദം പ്ലസ് 5ാം പദം, പിന്നെ 3rd ടേം മൂന്നാം പദം പ്ലസ് 4th ടേം 4ാം പദം. ഈ 6 പദങ്ങളുടെയും കൂടി തുക എത്രയെന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 105 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ ടേമിന് സമ്മ കണ്ടുപിടിക്കാൻ 105 ആകെ ഇത്ര പെയറുകളുണ്ട് 3. 105/3 35 കിട്ടും. അപ്പോൾ ഈ ഫസ്റ്റ് ടേമും 6th ടേമും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് 35 കിട്ടണം. സെക്കൻഡ് ടേമും 5th ടേമും 35, 3rd 4th 35. നമുക്ക് ഫസ്റ്റ് ടേം എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം പദം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് 5 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നാം പദം ഉപയോഗിച്ചിട്ട് നമുക്ക് 6th ടേം കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം സമം 35 ഫസ്റ്റ് ടേം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 5 പ്ലസ് 6th ടേം 6ാം പദം സമം 35. 6th ടേം 6ാം പദം സമം 35 മൈനസ് 5 സമം 30. നമുക്ക് 6ാം പദം കിട്ടി 30. നമുക്ക് അപ്പോൾ ഒന്നാം പദം അറിയാം 5, 6ാം പദം കിട്ടി 30. ഇനി ഈ ഫസ്റ്റ് ടേം കൂടെ കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം കൂട്ടിയപ്പോഴാണ് 6th ടേം കിട്ടിയത്? നോക്കി നോക്കൂ. 1 2 3 4 5. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 5D
സമം 6th ടേം. ഫസ്റ്റ് ടേം അറിയാം 5 പ്ലസ് 5d സമം 6th ടേം 30 പ്ലസ് 5 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 5d സമം 30 മൈനസ് 5 5d സമം 30 5 പോയാൽ 25 5 ഇൻറ്റു d ആണ്. ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി 25/5 5 ഇൻറ്റു 5 ആണ് 25. അപ്പോൾ d ഈക്വൽ ടു 5. സംശയം എണ്ണം ചെയ്ത് നോക്കാം. 25 ഡിവൈഡഡ് ബൈ 5 5 ഇൻറ്റു 5 25. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി 5. നമുക്കിനി സീക്വൻസ് എഴുതാം. ഫസ്റ്റ് ടേം 5 എന്നറിയാം. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസി ആയിട്ട് കണ്ടെഴുതാം. ഫസ്റ്റ് ടേം 5. അപ്പോൾ സെക്കൻഡ് ടേം കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 10. നെക്സ്റ്റ് ടേം 15 20 25 30 35 എക്സെട്ര. മൂന്നാം ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും തുക 50. ആദ്യത്തെ 14 പദങ്ങളുടെ തുക കണക്കാക്കുക. The sum of the 7th and 8th term of the arithmetic sequence is 15. Calculate the sum of the first 14 terms. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 14 ടേംസ് ആണ്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ പെയറാക്കിയിട്ട് എഴുതണം. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? 14 പദങ്ങളുടെ തുക. അപ്പോൾ സം ഓഫ് 14 ടേംസ് 14 പദങ്ങളുടെ തുക. നമ്മൾ പെയറാക്കുമ്പോൾ എങ്ങനെയാക്കുക? ഫസ്റ്റും 14th. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 14th ടേം. സോ ഇത് ചെയ്യുക. പിന്നെ സെക്കൻഡും 13. സെക്കൻഡ് പ്ലസ് 13th. പിന്നെ തേർഡ് പ്ലസ് 12. അടുത്തത് 4th പ്ലസ് 11. 4th പ്ലസ് 11th ടേം. പിന്നെ 5th പ്ലസ് 10th. 5th പ്ലസ് 10th. ഇനി 6th പ്ലസ് 9th. 6th പ്ലസ് 9th. ഇനി 7th പ്ലസ് 8th. ഇത് നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 7ാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും തുക എത്രയാണ്? 50 ആണ്. അപ്പോൾ എല്ലാ ടേംസിനും സമയം തന്നെ ആയിരിക്കും 50 തന്നെ ആയിരിക്കും. അപ്പോൾ 1 2 3 4 5 6 7 പ്രാവശ്യം 50 കൂട്ടുക. 1 2 3 4 5 6 7. അപ്പോൾ മൊത്തം 7 50. 7 ഇൻറ്റു 50 7 5 35. അപ്പോൾ 350. 14 പദങ്ങളുടെ തുക 350 ആയിരിക്കും. നാലാമത്തെ ചോദ്യം. Write the first 3 terms of each of the arithmetic sequence given below. ഒന്നാം ചോദ്യം. The first term is 30 and the sum of the first 3 terms is 300. ആദ്യ പദം 30. ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300. നമുക്ക് 3 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 പദങ്ങളെ തുക എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ? 300. ഫസ്റ്റ് ടേം എത്രയെന്ന് പറയാം? ഫസ്റ്റ് ടേം 30 അല്ലേ? നമുക്ക് 3 പദങ്ങൾ തുക 300 എന്നറിയാം. അപ്പോൾ നമുക്കിതിന് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുക. പറ്റും. ഒറ്റ സംഖ്യകളാണെങ്കിൽ എങ്ങനെ ചെയ്യുക? ആകെ എത്ര ടേംസ് ഉണ്ടോ അതേ ഇൻറ്റു മിഡിൽ ടേം. അപ്പോൾ സം ഈക്വൽ ടു മിഡിൽ ടേം മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. തുക സമം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇവിടെ ആകെ തുക എന്ന് പറഞ്ഞാൽ 300.
സമം മധ്യപദം പറഞ്ഞാൽ സെക്കൻഡ് ടേം ഇൻറ്റു ആകെ എത്ര ടേം ഉണ്ട് 3. ഇനി സെക്കൻഡ് ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു 3 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ 300/3 സമം സെക്കൻഡ് ടേം 300/3 എത്ര 100 സമം സെക്കൻഡ് ടേം. നമുക്ക് സെക്കൻഡ് ടേം കിട്ടി എത്രയാണ് 100. ഇനി ഫസ്റ്റ് ടേം ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണുക 100 - 30 എത്ര കിട്ടി 70. അപ്പോൾ ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം 100. അടുത്ത ടേം കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 70 കൂട്ടുക. ഇത് കൂടെ പ്ലസ് 70 ചെയ്താൽ മതി. 100 + 70 170. അപ്പോൾ ആദ്യത്തെ 3 ടേംസ് കിട്ടി. സെക്കൻഡ് ചോദ്യം ദ ഫസ്റ്റ് ടേം ഈസ് 30 ആൻഡ് സം ഓഫ് ദി ഫസ്റ്റ് 4 ടേംസ് ഈസ് 300. ആദ്യ പദം 30, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300. 4 പദങ്ങളുടെ തുകയാണ് 300 എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞ് പെയറാക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം, പിന്നെ എങ്ങനെ പെയറാക്കുക സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം. അപ്പോൾ നമുക്ക് പെയറാക്കി എഴുതാം ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം, പിന്നെ എങ്ങനെ എഴുതുക സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം അല്ലേ. നമുക്ക് 4 പദങ്ങളുടെ തുക 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 പദങ്ങളുടെ വീതം സമ്മ് കാണാൻ എങ്ങനെ കാണുക ആകെ തുക 300 ബൈ എത്ര പേരുകളുണ്ട് 2 പേരുകൾ 300/2 150. അപ്പോൾ ഓരോ പേരിൻ്റെ സമ്മും 150 വീതം. ഇനി ഈ ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം ഒന്നാം പദം പ്ലസ് നാലാം പദം 150 എന്നറിയാം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നാലാം പദം കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടേം എത്രയാണെന്ന് 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ടേം 30 പ്ലസ് ഫോർത്ത് ടേം സമം 150 പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസായി. അപ്പോൾ ഫോർത്ത് ടേം നാലാം പദം സമം 150 മൈനസ് 30 സമം 120. നമുക്ക് ഫോർത്ത് ടേം കിട്ടി 120. ഇനി ഫസ്റ്റ് ടേമിൽ കൂടെ നമുക്ക് കോമൺ ഡിഫറൻസ് കാണണം. ഫസ്റ്റ് ടേമിൽ കൂടെ ഫോർത്ത് ടേം ആയിട്ടുള്ള 120ലേക്ക് എത്താൻ കോമൺ ഡിഫറൻസ് എത്ര കൂട്ടണം 1 2 3D കൂട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം പ്ലസ് 3D സമം ഫോർത്ത് ടേം. ഒന്നാം പദം പ്ലസ് 3D സമം നാലാം പദം. ഒന്നാം പദം അറിയാം 30 പ്ലസ് 3D സമം നാലാം പദം 120. 3D സമം പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 120 മൈനസ് 30. 3D സമം 120 30 പോയാൽ ബാക്കി 90. 3 ഇൻറ്റു D ആണ്. ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി 90/3. 3 × 3 ആണ് 9. അപ്പോൾ D സമം 30 കിട്ടി. ഇനി സീക്വൻസ് എഴുതാം. ഫസ്റ്റ് ടേം നമുക്കറിയാം 30 ക്വസ്റ്റ്യനിലുണ്ട്. 30 കൂടെ 30 കൂട്ടിക്കഴിഞ്ഞാൽ 60. 60 കൂടെ 30 കൂട്ടിയ 90. 90 കൂടെ 30 കൂട്ടിയ 120 എക്സെട്ര. അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ആദ്യ പദം 30, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300. ദ ഫസ്റ്റ് ടേം 30 ആൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഈസ് 300. അപ്പോൾ ആദ്യത്തെ 5 പദങ്ങൾ 1 2 3 4 5 5 പദങ്ങളുടെ തുക 300. ആദ്യ പദം അറിയാം 30. നമ്മൾ ഈ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും നോക്കി നോക്കാം അല്ലേ. മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കുക സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു
നമ്പർ ഓഫ് ടേംസ്. സം അറിയാം 300 സമം മിഡിൽ ടേം തേർഡ് ടേമാണ് ഇൻറ്റു നമ്പർ ഓഫ് ടേം 5 ഇൻറ്റു 5 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി 300 ഹരിക്കണം 5 സമം തേർഡ് ടേം. 300 ഹരിക്കണം 5 6 ഇൻറ്റു 5 30 0 60 സമം തേർഡ് ടേം അല്ലേ. നമുക്ക് ഫസ്റ്റ് ടേം അറിയാം. ഇപ്പോൾ നമുക്ക് ഏതാ കിട്ടിയത്? തേർഡ് ടേം കിട്ടി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടേം കിട്ടി. എത്രയാണ്? 60. തേർഡ് ടേം കിട്ടി. ഇനി ഈ ഫസ്റ്റ് ടേമിൽ കൂടെ കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യമാണ് കൂട്ടിയത്? 2 പ്രാവശ്യം അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ ഫസ്റ്റ് ടേം പ്ലസ് 2d സമം തേർഡ് ടേം. ഫസ്റ്റ് ടേം അറിയാം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 30 പ്ലസ് 2d സമം തേർഡ് ടേം 60 പ്ലസ് 30 ഇങ്ങോട്ട് പോകുമ്പോൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് മൈനസായി 2d സമം 60 മൈനസ് 30 2d സമം 30. ഇനി d ആണ് കണ്ടുപിടിക്കേണ്ടത്. d സമം 30/2 സമം 15. ആദ്യ പദം 30, ആദ്യത്തെ 6 പദങ്ങൾ തുക 300. ദ ഫസ്റ്റ് ടേം ഈസ് 30 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 6 ടേം ഈസ് 300. അപ്പോൾ നമ്മൾ ആദ്യത്തെ 6 പദങ്ങൾ 1 2 3 4 5 6 പദങ്ങളുടെ തുക 300. ഫസ്റ്റ് ടേം അറിയാം 30. പേരാക്കുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം, ഒന്നാം പദം പ്ലസ് ആറാം പദം, ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം. പിന്നെ എങ്ങനെ പേരാക്കുക? സെക്കൻഡ് പ്ലസ് 5th, സെക്കൻഡ് പ്ലസ് 5th, സെക്കൻഡ് പ്ലസ് 5th പേരാക്കും. ഇനി തേർഡ് പ്ലസ് 4th, തേർഡ് പ്ലസ് 4th. ഇതിൽ മൊത്തം 3 പേരാണുള്ളത്. ആകെ സമ്മ് 300/3. 300/3 എന്ന് പറയുമ്പോൾ 100. അപ്പോൾ ഓരോ പേരിൻ്റെയും സമ്മ് 100 വരും. ഇനി സെക്കൻഡ് ടേം പ്ലസ് 5th ടേം 100 വരും. തേർഡ് ടേം പ്ലസ് 4th ടേം 100 വരും. നമുക്ക് ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം ഉപയോഗിച്ചിട്ട് 6th ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം സമം 100. ഒന്നാം പദം പ്ലസ് ആറാം പദം, ഒന്നാം പദം 30 പ്ലസ് 6th ടേം അറിയില്ല, അതുപോലെ എഴുതി സമം 100. പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 6th ടേം സമം 100 മൈനസ് 30 സമം 70. ആറാം പദം കിട്ടി 70 ആണെന്ന്. ഇനി ഫസ്റ്റ് ടേം അറിയാം, അത് കൂടെ കോമൺ ഡിഫറൻസ് 1 2 3 4 5 6. 6th ടേം കിട്ടിയപ്പോഴാ 5d കൂട്ടുമ്പോൾ 1 2 3 4 5d കൂട്ടുമ്പോൾ ഫസ്റ്റ് ടേം നമുക്കറിയാം പ്ലസ് 5d സമം 6th ടേം എത്രയാണ്? 6th ടേം നമുക്ക് എഴുതാം, അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ഫസ്റ്റ് ടേം 30 പ്ലസ് 5d സമം 70. 5d പ്ലസ് 30 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 70 മൈനസ് 30. 5d സമം 70 30 പോയ ബാക്കി 40. d സമം 40 ഇൻറ്റു 5 അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി 40/5. d സമം 8. കോമൺ ഡിഫറൻസ് കിട്ടി 8. നമുക്ക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം അറിയാം 30. അപ്പോൾ അടുത്ത ടേം എഴുതാം. 30 + 8 38. 38 കൂടെ 8 കൂട്ടിയ 46. കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ അടുത്ത സീക്വൻസ് എഴുതി. ഈ പാഠത്തിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പാഠത്തിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റർ ഉണ്ട്, 3rd ചാപ്റ്റർ. അതായിരിക്കും നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ ആ പാഠവുമായി കാണാം. ബായ്.